ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചില ഈശ്വരന്മാരുടെ പിണക്കത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് ഗുരുവായൂരപ്പനെ അവിടെ നിന്ന് ഇളക്കിയെടുത്ത് അമ്പലപ്പുഴയും പിന്നെ മാവേലിക്കരയും എഴുന്നള്ളിച്ച് കുടിയിരുത്തിയിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയും വാസ്തവത്തിൽ ആൾ ഒന്നു തന്നെയാണെങ്കിലും അവർ രണ്ടുപേരും കൂടി അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് പല പിണക്കങ്ങളും മത്സരങ്ങളും ഉണ്ടായിട്ടുള്ളതായി അനേകം ഐതിഹ്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്കായി നടത്തുന്ന നമസ്കാര സദ്യകൾക്കുള്ള കാളൻ മുതലായ സാധനങ്ങൾ വയ്ക്കുന്ന ഓട്ടുപാത്രങ്ങളിൽ തന്നെ കിടക്കുകയല്ലാതെ മറ്റു പാത്രത്തിൽ പകരുക പതിവില്ലെന്നും എന്നാൽ ആ സാധനങ്ങൾക്ക് ക്ലാവ് ചുവ ഉണ്ടാകാറില്ലെന്നുള്ളതും പ്രസിദ്ധമാണല്ലോ. എങ്കിലും ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് നമസ്കാരത്തിനായി വച്ചുണ്ടാക്കുന്ന കാളനും മറ്റും ക്ലാവ് ചുവ കൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ നിവൃത്തിയില്ലാത്തതായി തീർന്നു. ഇതിങ്ങനെ ആക്കി തീർത്തത് ഗുരുവായൂരപ്പനോടുള്ള സ്പർദ്ധ നിമിത്തം അമ്പലപ്പുഴ കൃഷ്ണസ്വാമി തന്നെയാണെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ഇതിനു പകരം ഗുരുവായൂരപ്പനും ചിലത് പ്രവർത്തിക്കാതിരുന്നില്ല. അമ്പലപ്പുഴ കൃഷ്ണസ്വാമിക്ക് പ്രതിദിനം 36 പറ പാൽ കൊണ്ട് പഞ്ചസാര പായസം പതിവുണ്ടായിരുന്നു. അതിൽ ഗുരുവായൂരപ്പൻ അട്ടയും മറ്റും കാണിച്ച് നിവേദ്യത്തിന് കൊള്ളാത്ത വിധത്തിലാക്കി തീർത്തു തുടങ്ങി. ഇങ്ങനെ ഇവർ തമ്മിലുള്ള സ്പർദ്ധയും മത്സരവും നിമിത്തം രണ്ടുപേർക്കും പൂജാ നിവേദ്യാദികൾ നടത്താൻ നിവൃത്തിയില്ലാതെ വന്നതിനാൽ ഗുരുവായൂരപ്പനെ ടിപ്പു സുൽത്താൻ്റെ ഉപദ്രവം ശമിക്കുന്നതുവരെ മാവേലിക്കര കൊണ്ടുപോയി ഇരുത്തേണ്ടതായി വന്നു. ഗുരുവായൂരപ്പനെ കുടിയിരുത്തിയിരുന്ന സ്ഥലവും അവിടുത്തെ വകയായ ഒരു കിണറും ഇപ്പോഴും അമ്പലപ്പുഴ കാണുവാനുണ്ട്. ഇപ്രകാരം തന്നെ വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിലുള്ള ചില പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. 973 നാട് നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വൈക്കത്തപ്പന് വഴിപാടായി 7.5 പൊന്നാനകളെ പ്ലാവുകൊണ്ട് പണിയിച്ച് സ്വർണ്ണ തകിടുകൊണ്ട് പൊതിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊടുത്തയച്ചു. കൽപ്പനപ്രകാരം ഹരിക്കാരന്മാർ പൊന്നാനകളെ വരുത്തിക്കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് കരമാർഗമായി പുറപ്പെട്ട് ഒരു ദിവസം ഏറ്റുമാനൂർ വന്നു ചേർന്നു. പൊന്നാനകളെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തറയിലിറക്കി വച്ച് നട കാക്കുന്ന കാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് ഹരിക്കാരന്മാരും ചുമട്ടുതൊഴിലാളികളും കുളിക്കാനും ഉണ്ണാനുമായി പോയി. അവർ കുളിയും ഭക്ഷണവും കഴിഞ്ഞ് വന്നു നോക്കിയപ്പോൾ പൊന്നാനകളുടെ തലയിൽ ഓരോ വലിയ സർപ്പങ്ങൾ ഇരിക്കുന്നതായി കണ്ടു. ആരെങ്കിലും അടുത്തു ചെന്നാൽ ആ ഭയങ്കര സർപ്പങ്ങൾ ഫണങ്ങൾ വിടർത്തിക്കൊണ്ട് ചീറ്റിത്തുടങ്ങും. അതിനാൽ എല്ലാവരും ഭയപ്പെട്ട് മാറിയതല്ലാതെ അടുത്തു ചെല്ലുന്നതിന് ആർക്കും ധൈര്യമുണ്ടായില്ല. പിന്നെ ഇതിനെപ്പറ്റി പ്രശ്നം വെപ്പിച്ചു നോക്കിയതിൽ ഈ ആനകളെ താൻ വിട്ടയക്കുകയില്ലെന്നും ഇവ തനിക്ക് വേണമെന്നുള്ളതുമാണ് ഏറ്റുമാനൂർ ദേവൻ്റെ അഭിപ്രായമെന്ന് കാണുകയും ആ വിവരം തിരുമനസ്സ് അറിയിക്കുന്നതിന് എഴുതി അയക്കുകയും പ്രശ്നത്തിൽ കണ്ടതുപോലെ തന്നെ മഹാരാജാവ് തിരുമനസ്സിലേക്ക് ഒരു ദർശനമുണ്ടാവുകയും ചെയ്തു. അതിനാൽ ആ പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവൻ്റെ ഭണ്ഡാരത്തിൽ എടുത്തു വച്ചുകൊള്ളുന്നതിന് കൽപ്പിച്ച് അനുവദിച്ചു. ഇപ്പോഴും ഏറ്റുമാനൂർ ഭണ്ഡാരത്തിലിരിക്കുന്നവയും ഉത്സവകാലങ്ങളിൽ എഴുന്നള്ളത്തോടുകൂടി കൊണ്ട് നടക്കുന്നവയുമായ പൊന്നാനകൾ അവിടെ വന്നു ചേർന്നത് ഇപ്രകാരമാണ്. വൈക്കത്തപ്പന് വഴിപാടായി നിശ്ചയിച്ച് ഉണ്ടാക്കി വെച്ചവയായ പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവൻ ഇടയ്ക്ക് വച്ച് തട്ടിയെടുത്തതിനാൽ വീണ്ടും 7.5 പൊന്നാനകളെ ഉണ്ടാക്കിച്ച് വൈക്കത്തേക്ക് അയക്കണമെന്ന് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു നിശ്ചയിച്ചു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ തിരുമനസ്സിലേക്ക് ഒരു ദർശനമുണ്ടായി. അതിൻ്റെ സാരം തനിക്ക് പൊന്നാനയും മറ്റും വേണമെന്നില്ലെന്നും അതിൻ്റെ വില ചിലവാക്കി ഒരു സഹസ്രകലശം നടത്തിയാൽ മതിയെന്നുമായിരുന്നു. ഇത് വൈക്കത്തപ്പൻ്റെ കൽപ്പനയാണെന്ന് വിശ്വസിച്ച് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അപ്രകാരം തന്നെ അതികേമമായി വൈക്കത്ത് ഒരു സഹസ്രകലശം നടത്തിക്കുകയും ചെയ്തു. വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിൽ ഇപ്പോഴും പിണക്കമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അതിനാൽ വൈക്കത്ത് അഷ്ടമി ദർശനത്തിന് ഇപ്പോഴും ഏറ്റുമാനൂർ ദേശക്കാരാരും പോകാറില്ല.
ആറന്മുള ദേവനും ശബരിമല ശാസ്താവും തമ്മിലും പിണക്കമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അതിനാൽ ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാറില്ല. പണ്ടൊരിക്കൽ ആറന്മുളക്കാരായ ചിലർ ശബരിമലയ്ക്ക് പോകുന്നതിന് നിശ്ചയിച്ച് നൊയമ്പു തുടങ്ങി. അപ്പോൾ അവർക്ക് ആറന്മുള ദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷമായി. "എൻ്റെ ജനങ്ങൾ മല ചവിട്ടണമെന്നില്ല. സകല കാര്യസിദ്ധിക്കും എന്നെ സേവിച്ചു കൊണ്ടാൽ മതി" എന്ന് അരുളിച്ചെയ്തു. എങ്കിലും അവർ അതിനെ വകവയ്ക്കാതെ യഥാകാലം ശബരിമലയ്ക്ക് പോയി. ശബരിമലയ്ക്ക് പോകുന്നവർ "ശരണമയ്യപ്പോ" എന്നും "അയ്യപ്പസ്വാമിയേ ശരണം" എന്നും മറ്റും വിളിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ പോവുക പതിവ്. എന്നാൽ ആറന്മുളക്കാർ "ആറന്മുള സ്വാമിയേ ശരണം" എന്ന് വിളിച്ചുകൊണ്ടാണ് പോയത്. അവർ അയ്യപ്പസ്വാമിയുടെ ശബരിമലയ്ക്ക് സമീപമായപ്പോൾ കടുവകൾ വായും പൊളിച്ചുകൊണ്ട് അവരുടെ നേരെ പാഞ്ഞു ചെന്നു. അത് കണ്ട് ആറന്മുളക്കാർ ഭയപരവശന്മാരായി പൂർവാധികം ഉറക്കെ "ആറന്മുളസ്വാമി" വിളിച്ചു തുടങ്ങി. അപ്പോൾ ആ വ്യാഘ്രങ്ങളുടെ വായിൽ അമ്പുകൾ വന്നു തറയ്ക്കുകയും അവ മടങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയം ശബരിമല ശാസ്താവിൻ്റെ വെളിപാടുണ്ടായി. ആറന്മുളക്കാർ എൻ്റെ നടയിൽ വരാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ആറന്മുളക്കാർ അവിടെ ദർശനം കഴിക്കാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. ആ കാലം മുതൽക്കാണ് ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാതെ ആയത്. ആറന്മുള ദേവൻ മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമായ ശ്രീകൃഷ്ണൻ ആണെന്നാണല്ലോ സങ്കല്പം. അതിനാൽ ശബരിമല അയ്യപ്പൻ്റെ നായ്ക്കളുടെ നേരെ ശരമയച്ചത് ആ ദേവൻ തന്നെയാണെന്നാണ് വിശ്വാസം. ഇങ്ങനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള അനേകം ദേവന്മാർ തമ്മിൽ പല പിണക്കങ്ങളുമുണ്ടായിട്ടുള്ളതിനും ഇതിലും ഇപ്പോഴും പിണക്കം ആണെന്നുള്ളതിനും വളരെ ഐതിഹ്യങ്ങളുണ്ട്. ഇവയെല്ലാം മനുഷ്യരുടെ സങ്കല്പത്തിൽ നിന്നുണ്ടായിട്ടുള്ളവ ആയിരിക്കാമെന്നല്ലാതെ കാരണവുമില്ലല്ലോ. ഹരി ഓം.